മുതിർന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. സർ, ആദ്യം വന്നിരുന്ന വിവരം ദത്താത്രേയ ഹൊസബളയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നതാണ്. ഇപ്പോൾ ഇതാ രാം മാധവുമായും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് തന്നെ റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നു, സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് കണ്ടതുമാണ്. എന്നിട്ടും ADGP MR രാജ്കുമാർ ഇപ്പോഴും അവിടെ തുടരുകയാണെന്നതാണ് നമ്മെ അത്ഭുതപ്പെടുത്തുന്നത്. അവിടെ തുടരുന്നു എന്നുള്ളതല്ല, ഈ ഗവൺമെന്റിന്റെ നയം എന്താണെന്ന് നോക്കാം. ഗവൺമെന്റിന്റെ ഇൻസ്ട്രക്ഷൻ ഇല്ലാതെ ഒരു ADGP ആക്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം ഗവൺമെന്റ് എല്ലാ പ്രാവശ്യവും RSSനെതിരായിട്ട് സ്ട്രോങ് ആയിട്ട് ഒച്ച സംസാരിക്കുകയും ഇവിടെ ലോ ആൻഡ് ഓർഡർ നോക്കേണ്ട ADGP അവിടെ അതിന്റെ തലവനുമായിട്ട് സംസാരിക്കുകയും ചെയ്യണം. അപ്പൊ ഗവൺമെന്റ് നയം എന്താ? ഗവൺമെന്റ് നിലപാടിന് വിരുദ്ധമായിട്ടാണോ ADGP പോയത്? അല്ലെങ്കിൽ ഇങ്ങനെ പോകണം എന്നുള്ള നിർദ്ദേശം ആരാ കൊടുത്തത്? അതിന്റെ അടിസ്ഥാനത്തിൽ വേറെ ചർച്ച നടത്തിയാണെങ്കിൽ അതിന്റെ വിവരം എന്താണ് എന്ന് പുറത്തു വരണം. ഇനിയിപ്പോൾ അതിനേക്കാൾ കോൺസിക്വൻസസ് ഉള്ള ചില കാര്യങ്ങൾ കൂടി വന്നിരിക്കുകയാണ്. തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൽ CPIയുടെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടതിന്റെ കാര്യം അവിടുത്തെ പൂരം കലക്കിയതാണ് എന്നുള്ളതാണ് ഏറ്റവും അവസാനമായി വന്ന് നിൽക്കുന്നത്. അങ്ങനെയാണെന്ന് വരികിൽ സ്വന്തം കക്ഷിയിൽപ്പെട്ട ഒരാളിന്റെ അവരുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് തോക്കാൻ പറ്റുന്ന അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ള നിലയിലേക്ക് പോകുന്നത് ഈ മുന്നണിക്കകത്ത് തന്നെ കല്ലുകടിയാകില്ലേ? ആ മുന്നണിക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റുമോ? ആ മുന്നണിക്ക് വിശ്വസിച്ച് ഇതിനോടൊപ്പം ഒരുമിച്ച് എല്ലാ ഘടകകക്ഷികൾക്കും നിൽക്കാൻ പറ്റുമോ? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ബിനോയ് വിശ്വത്തിന്റെ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടു കാണും. കേരളത്തിന് അറിയണം എന്തിനാണ് ഈ കൂടിക്കാഴ്ച, ആര് പറഞ്ഞിട്ടാണ് പോയത് തുടങ്ങിയ കാര്യങ്ങൾ അറിയണം എന്ന് തന്നെയാണ് CPIയുടെ ഒരു നിലപാട്. അതായത് LDFൽ ഇതൊരു വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു എന്നതാണ്. ഇവിടെ ശ്രീ ബിനോയ് വിശ്വം കേരളത്തിന് അറിയണം എന്ന് പറഞ്ഞാൽ കേരളം അറിഞ്ഞിട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. കേരളം അറിഞ്ഞിട്ടുള്ളത് എന്താ? അവിടെ പൂരം കലക്കി, അതിന്റെ അടിസ്ഥാനത്തിൽ സുരേഷ് ഗോപി ജയിച്ചു, BJPക്ക് അപ്പർ ഹാൻഡ് ഉണ്ടായി. ആ സാഹചര്യങ്ങൾ വരാൻ പോകുന്നു എന്ന് നേരത്തെ തന്നെ മുൻവിധിയോടുകൂടി ചില സംസാരങ്ങൾ നടന്നിരുന്നു. ഇതിന്റെ എല്ലാം കൂട്ടി വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കുന്നത് ഇവിടെ അതിവിപുലമായ ഒരു ഗൂഢാലോചനയ്ക്ക് ശേഷമാണ് സ്വന്തം മുന്നണിയിലെ ഒരു കക്ഷിയിൽപ്പെട്ട ആള് പരാജയപ്പെട്ടാലും ശരി ഇവിടെ RSSുമായിട്ടുള്ള ബന്ധം നിലനിർത്തണം എന്ന് തീരുമാനിച്ച വ്യക്തിയാര്, തീരുമാനിച്ച ഘടകകക്ഷി ഏത്, തീരുമാനമെടുത്ത നേതൃത്വമേത്? ഇതിൽ BJPയുടെ ഒരു വാദം താങ്കൾ ശ്രദ്ധിച്ചിരുന്നു. അവർ പറയുന്നത് 2022 ഈ കൂടിക്കാഴ്ച നടത്തിയത് എങ്ങനെയാണ് 2024 പൂരം കലക്കാനാകുന്നത് എന്നൊരു ചോദ്യമാണ് ഇന്നിപ്പോൾ K സുരേന്ദ്രൻ ഉയർത്തിയതായി കണ്ടത്. 2022 കൂടിക്കാഴ്ച നടത്തിയിട്ട് പിന്നെ അവർ തമ്മിൽ ചർച്ച ചെയ്തിട്ടേ ഇല്ലെന്നാണ് പറഞ്ഞു വരുന്നത്. ആ കൂടിക്കാഴ്ച അന്നുകൊണ്ട് അവസാനിച്ചു എന്ന് ഒരിക്കൽ പിന്നീടുണ്ടായ സംഭവവികാസങ്ങളോ? അപ്പൊ ആ കൂടിക്കാഴ്ചയിൽ ഒരു ബന്ധം സ്ഥാപിച്ചു, ആ സ്ഥാപിച്ച ബന്ധം തുടർന്നു. ആ തുടർന്ന ബന്ധം ഒരു തെരഞ്ഞെടുപ്പിനൊക്കെ തട്ടിമറിയായി മാറി. അതിന്റെ ഗുണഭോക്താവ് ആര്? അതിന്റെ ഗുണഭോക്താവ് BJP. ആ BJPയുടെ വിജയത്തിന് വേണ്ടി, അവർക്ക് വേണ്ടി, അല്ലെങ്കിൽ അപ്പർ ഹാൻഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുകയല്ലേ ചെയ്തത്. അതായത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഗൂഢാലോചനയല്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത്, അല്ലേ? അതെ, ഇവർ തമ്മിൽ അങ്ങനെ ഒരു അത് നോക്കിയാൽ അറിയാമല്ലോ. ഇന്ത്യ മുന്നണിക്കകത്ത് ചേരുമെന്ന് പറയുകയും ഇന്ത്യ മുന്നണിയോടൊപ്പം നിൽക്കാതിരിക്കുകയും ചെയ്തപ്പോൾ അതിന്റെ അർത്ഥം എന്താ? അവർ BJPക്ക് അനുകൂലമാണ് എന്ന് തന്നെയല്ലേ? ഇന്ത്യ മുന്നണിയോടൊപ്പം നിന്നിരുന്നു, അവർ കൂടി നിന്നിരുന്നു എന്ന് ഒരിക്കൽ കുറച്ചുകൂടി മുമ്പോട്ട് പോകാൻ പറ്റുമായിരുന്നല്ലോ. ഇന്ത്യ മുന്നണി അവരുടെ വലിയ സഹായമൊന്നുമില്ലാതെ വിജയിച്ചു വന്നു കഴിഞ്ഞപ്പോ അവർ ഇന്ത്യ മുന്നണിയിലാണ് എന്നിപ്പോ അവകാശപ്പെട്ട് നിൽക്കുന്നതല്ലാതെ ഇന്ത്യ മുന്നണിയുടെ വിജയത്തിന് വേണ്ടി ഒരു നടപടിയും അവരെടുത്തിട്ടില്ല. മുഖ്യമന്ത്രി അറിയാതെ ഇത്തരത്തിലൊരു നീക്കം സാധ്യമാകുമോ ശ്രീ തിരുവഞ്ചൂർ? കാരണം ഒരു ഉയർന്ന ഓഫീസറാണ് അദ്ദേഹം. ഔദ്യോഗിക വാഹനം ഒഴിവാക്കിക്കൊണ്ട് സ്വകാര്യമായി ഒരു സുഹൃത്തിന്റെ സഹപാഠിയുടെ വാഹനത്തിൽ പോയി എന്ന് പറയുകയാണ്. ADGP തന്നെ ഇത് സമ്മതിക്കുകയാണ്. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇത്തരത്തിൽ ഒരു തവണയല്ല, 2-3 തവണയൊക്കെ ഇത്തരത്തിൽ കൂടിക്കാഴ്ച നടത്തുമ്പോൾ അത് ബന്ധപ്പെട്ട ആളുകൾ അറിയാതെ ആയിരിക്കുമോ? ഇപ്പൊ 3 തവണ കൂടിക്കാഴ്ച എന്നുള്ളത് നമ്മളുടെ ഒരു ഊഹം മാത്രമാണ്. 3-ൽ കൂടുതലാകാമല്ലോ. ഇത് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടാണ് സർ. 3 തവണ കണ്ടു എന്ന്, അതായത് ദത്താത്രേയ ഹൊസബളയെ കണ്ടു, പിന്നീട് രാം മാധവിനെ അതിനു മുൻപ് കോവളത്ത് വെച്ച് 2 തവണ കണ്ടു. അത് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളാണ്. എന്റെ അഭിപ്രായം സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ശ്രദ്ധയിൽപ്പെടാതെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുന്നതിന് പറ്റിയുള്ള ചാലഞ്ച് ഇവർക്കുണ്ടല്ലോ.
അപ്പൊ 3 പ്രാവശ്യവും 30 പ്രാവശ്യം എന്നുള്ളതല്ല, ഈ ബന്ധം തുടർന്നു വന്നിരിക്കുന്നു എന്ന് തന്നെയാണ്. ഈ ബന്ധത്തിന്റെ ചരട് പൊട്ടാതെ തന്നെ അവർ കാത്തു സൂക്ഷിച്ചു എന്ന് തന്നെയാണ്. എന്നിട്ടെന്തേ ആ സംഭവത്തിന് ശേഷം ആക്സിഡന്റ് ആണെങ്കിൽ അത് പുറത്തു വരികയല്ലേ? ആളുകളെ അറിയിക്കുന്നതിന് എന്താ കുഴപ്പം? ആരെ അറിയിച്ചില്ല, രഹസ്യമായി വെച്ചില്ലേ? ഇത് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചപ്പോൾ മാത്രമല്ല ഇതൊരു ഇഷ്യൂ ആയിട്ട് വരുന്നുള്ളൂ. അതുവരെ എന്തേ ഇവരൊന്നും മിണ്ടാതിരുന്നത്? എന്തുകൊണ്ടാണ് ഇത് രഹസ്യമായി വെച്ചത്? അത് തന്നെ സംശയപരമായ സാഹചര്യം ഉണ്ടാക്കുകയില്ലേ? ഇന്നിപ്പോൾ BJP പ്രതിപക്ഷ നേതാവിനെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് പറയുന്നുണ്ടായിരുന്നത്. BJP അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, ഒപ്പം PV അൻവർ MLA-യും അത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നത് കണ്ടു. പ്രതിപക്ഷ നേതാവും MR അജിത് കുമാറും തമ്മിൽ അടുപ്പമുണ്ട്, അദ്ദേഹത്തിന് വേണ്ടിയാകാം കൂടിക്കാഴ്ച എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മറുവാദമായി അവർ ഉന്നയിക്കുന്നത്. അതൊക്കെ ചുമ്മാ ഒരു അബദ്ധത്തിൽ പോയി വീണ് കഴിയുമ്പോൾ തടിതപ്പാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന നടപടികളാണ്. അടുത്ത് നിൽക്കുന്ന ആളുകളുടെ ദേഹത്തു കൂടി ചെളി തെറിക്കാൻ വേണ്ടി ഇങ്ങനെ വാലിളക്കി വെള്ളം തെറിപ്പിക്കുകയാണ്. അതൊന്നും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പ് വില പോകുന്ന പ്രശ്നമേയില്ല. പ്രതിപക്ഷം എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യാൻ പോകുന്നത്? സ്ട്രോങ് ആയിട്ട് ഇവരെന്താ നടപടി എടുക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കില്ല. ഇവർ സത്യം പറയണം. കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി, അദ്ദേഹം സത്യം പറയുമോ ഇല്ലയോ? അതല്ലേ പ്രധാനപ്പെട്ട ചോദ്യം. അദ്ദേഹം സത്യം പറയണം എന്നുള്ളതാണ് ഞങ്ങളുടെ പക്ഷം. സത്യം പറയില്ല എന്നൊരു പിടിവാശി ഉണ്ടെന്ന് വരിക പിന്നെ മറ്റു മാർഗത്തെ കുറിച്ച് ആലോചിക്കും. ശരി, വളരെയധികം നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏതായാലും മുഖ്യമന്ത്രിക്ക് എന്താണ് മറുപടി ഇക്കാര്യത്തിൽ എന്നാണ് നമുക്ക് അറിയാനുള്ളത്. ഇതുവരെയും ADGP MR അജിത് കുമാറിന്റെ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രതികരണം വന്നിട്ടില്ല. ഒഴിഞ്ഞു മാറുന്ന ഒരു നിലപാടാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സ്വീകരിച്ചത്. അജിത് കുമാർ അത്തരത്തിൽ RS നേതാക്കളെ കണ്ടെങ്കിൽ പാർട്ടിക്ക് എന്താണ് എന്നാണ് MV ഗോവിന്ദൻ ചോദിച്ചത്.